Hello my dear students, welcome back to Again Learning. It's me Fasil. അപ്പോൾ മക്കളെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രജിസ്റ്റേഴ്സ് എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് നമുക്കുണ്ട്. ഏതൊക്കെയാണ്? അക്യുമുലേറ്റർ രജിസ്റ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. ഇത്രയും 5 രജിസ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ആക്ച്വലി ഈ രജിസ്റ്റർ ഒരു മെമ്മറിയാണ്, ഒരു സ്മോൾ മെമ്മറി ആണ് രജിസ്റ്റർ എന്നുള്ളത്, ഒരു ടെമ്പററി സ്പേസ് ആണ്. ദെൻ ഈ രജിസ്റ്റർ എവിടെയുള്ളത്? നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് രജിസ്റ്റർ എവിടെയുള്ളത്? പ്രോസസ്സർ കണ്ടിട്ടില്ലേ? ആ ഒരു ചിപ്പ്, ആ പ്രോസസ്സറിന്റെ അകത്തുള്ള ഒരു സ്മോൾ മെമ്മറി സ്പേസ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ രജിസ്റ്റേഴ്സിൽ നമുക്ക് 5 രജിസ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് അക്യുമുലേറ്റർ രജിസ്റ്റർ. നമ്മൾ കമ്പ്യൂട്ടറിൽ നടക്കുന്ന മാത്തമാറ്റിക്കൽ, അതായത് അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിന്റെ ഒക്കെ സമയത്ത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്ന, ആ ഒരു ഇന്റർമീഡിയറ്റ് റിസൾട്ട് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്ന സ്മോൾ മെമ്മറി ആണ് എന്ത്? അക്യുമുലേറ്റർ രജിസ്റ്റർ. ആൻഡ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. എന്താ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്, എയും ബിയും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആഡ് ചെയ്യുന്ന മെമ്മറികൾ, അതായത് എ എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനും ബി എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനും ആണല്ലോ. ആദ്യത്തെ വാല്യൂ ഇപ്പോൾ 10ഉം 20 ആണെങ്കിൽ A+B കാണുമ്പോൾ ഈ മെമ്മറി ലൊക്കേഷന് ഒരു അഡ്രസ് ഉണ്ട്, 101 11011. ഇതുപോലെ ഒരു മെമ്മറി അഡ്രസ് ഉണ്ട്. അപ്പോൾ ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ റീഡ് റൈറ്റ് എന്താവാം, എന്ത് നടക്കുകയാണെങ്കിലും ആ ഒരു ഡാറ്റ എടുക്കുമ്പോൾ ആ ഡാറ്റ വാല്യൂവിൻ്റെ മെമ്മറിയുടെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ദെൻ അങ്ങനെ മെമ്മറി അഡ്രസ്സിനകത്ത് ഇവിടെ എന്താണ് മെമ്മറി അഡ്രസ്? ഇവിടെ എടുക്കുക, ഇവിടെ 10, നമ്മളിപ്പോൾ എക്സാമ്പിൾ പ്രകാരം 10101, 11011 ഇതാണ് എടുക്കുക മെമ്മറി അഡ്രസ്. ഇനി മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത് ഈ മെമ്മറിക്കകത്തുള്ള വാല്യൂസ്, ഇവിടെ ഏതൊക്കെയാ? 10ഉം 20ഉം കണ്ടോ? ആ മെമ്മറി ലൊക്കേഷനകത്തുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ് എന്ത്? മെമ്മറി ബഫർ രജിസ്റ്റർ. മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ് എന്ത്? നമ്മുടെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ക്ലിയർ? ഇനി നമുക്കുള്ളത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇവിടെ എന്തെങ്കിലും ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ A+B ആണ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ അഡീഷൻ അല്ലേ? സോ അഡീഷൻ ആണ്. അഡീഷൻ എന്ത് ഓപ്പറേഷൻ ആണോ നടക്കുന്നത് ആ ഇൻസ്ട്രക്ഷനെ ആണ് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക? ഇപ്പൊ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവുക. പ്രോഗ്രാം കൗണ്ടർ. ഇനി നെക്സ്റ്റ് നടക്കാനുള്ള ഇൻസ്ട്രക്ഷൻ എന്താണോ അതാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് നടക്കാൻ, ഇപ്പൊ സബ്സ്ട്രാക്ഷൻ ആണ് നെക്സ്റ്റ് നടക്കാനുണ്ടെങ്കിൽ നെക്സ്റ്റ് നടക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണോ അതാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. സോ സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? രജിസ്റ്റേഴ്സ് സിമ്പിൾ അല്ലേ? സോ ഈ രജിസ്റ്റേഴ്സ് എവിടെയാ ഉണ്ടാവുക? CPU-ന്റെ അകത്ത് ഒരു സ്മോൾ മെമ്മറി ഉണ്ട്. CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് അല്ല, ആ പ്രോസസ്സർ ആണ്. അതിനകത്ത് ഒരു സ്മോൾ മെമ്മറി ഉണ്ട്. അതാണ് എന്ത്? രജിസ്റ്റർ മെമ്മറി. ഓക്കെ അല്ലേ? വെരി സ്പീഡ് മെമ്മറി ആണ്. സോ ഇതാണ് സിംപിളി നിങ്ങൾക്ക് പഠിക്കാനുള്ള രജിസ്റ്റേഴ്സ്. ഓക്കെ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.